ഹലോ LCHF, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമ്മിറ്റ് വിശേഷവുമായിട്ടാണ്. അന്നേ ദിവസം അന്നത്തെ ഫുഡ് കൈകാര്യം ചെയ്ത എയർലൈൻസ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്റേഴ്സിൻ്റെ പ്രതിനിധി റോഷൻ നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് കേൾക്കാം. Mr.Roshan, Airlines ഹോട്ടലിൻ്റെ Restaurant-Malappuram. Restaurant-Malappuram. Airlines Restaurant-Malappuram കേത്തല. നമ്മൾ സെലസ്റ്റ്യൽ എന്ന് പറഞ്ഞിട്ട് എയർലൈൻസ് സെലസ്റ്റ്യൽ റെസ്റ്റോറൻ്റാണ്. നമ്മളാണ് മലപ്പുറത്ത് ആദ്യമായിട്ട് കീറ്റോ ഫുഡ് തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ രീതിയിൽ ആ ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന അതേ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ലഞ്ചിനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കട്ട്ലൈറ്റ്സ്, ബീഫ് കട്ട്ലൈറ്റ്സ്, അതായത് പൊട്ടറ്റോ വിത്തൗട്ട് പൊട്ടറ്റോയുള്ള ബീഫ് കട്ട്ലൈറ്റ്സ്, അതിൻ്റെതായ ബട്ടർ ചീസിൻ്റെ ഫ്രൈഡ് ബട്ടർ ചീസ്, ബട്ടർ, പിന്നെ സലാഡ്സ്. അതേ അവർ പ്രിഫർ ചെയ്യുന്ന എന്തൊക്കെയാണോ കോക്കനട്ട് ഓയിൽ ബേക്ക് ചെയ്തിട്ടുള്ള, ഒലിവ് ഓയിൽ ബേക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 5-6 മാസം ആദ്യമായിട്ട് തുടങ്ങിയത് ഞങ്ങളായിരിക്കും കേരളത്തിൽ തുടങ്ങിയത്. അങ്ങനെ രീതിയിൽ കൊടുത്തിപ്പോൾ ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യം 2 പേരും 3 പേരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വരെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള ഒരു ഇതും ആൾക്കാരുടെ ഒരു സപ്പോർട്ടും വളരെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ LCHFൻ്റെ മെഗാ സമ്മിറ്റിൽ നമ്മൾ തന്നെയാണ് ഫുഡ് അവർക്കുള്ള ഫുഡ് കൊടുക്കുന്നത്. കാറ്ററിംഗ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈവ് ടീ കൗണ്ടർ ഉണ്ടായിരുന്നു. കട്ടൻ, പാൽ ചായ, കാപ്പി, പിന്നെ ജിഞ്ചർ ടീ, ചൈനീസ് ടീ തുടങ്ങിയ ചായയോടൊപ്പം സ്നാക്കായിട്ട് കോളിഫ്ലവർ ഫ്രൈയും ഉണ്ടായിരുന്നു. ലൈവായിട്ട് 3-4 ടീ കൗണ്ടറുകൾ വൈകുന്നേരം വരെ അവിടെ പ്രവർത്തിച്ചിരുന്നു. $2,500 പേരോളം ഇതിലിപ്പോൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാഗോർ കാലിക്കറ്റ്. ഇത് പനീർ ഫ്രൈ ആണ്. പിന്നെ 2 കട്ട്ലറ്റ് ഉണ്ട്. പിന്നെ മുട്ടയും ഒരു പീസ് പകുതി മുട്ട, പിന്നെ സലാഡ്, പിന്നെ ഒരു ബട്ടറിൻ്റെ പീസ് ഉണ്ട്. പിന്നെ കെച്ചപ്പാണ്. അതിനകത്ത് ഷുഗറൊക്കെ ഉണ്ട്. ഈ ഒരു ദിവസത്തിന് വേണമെങ്കിൽ കഴിക്കാൻ അല്ലെങ്കിൽ ഈ സലാഡിൽ ലെറ്റ്യൂസ് കുറച്ചേ ഉള്ളൂ. കൂടുതലും നട്ട്സാണ്. വാൾനട്ട്, അല്പം കാബൂളി കടല, പിന്നെയും വേറെ നട്ട്സുകളൊക്കെ ഉണ്ട്. എന്തായാലും ഉഷാറായിട്ടുണ്ട് സലാഡ്. അഹമ്മദ്ഗിരി സാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ഹാപ്പി കഴിച്ചവരൊക്കെ നമ്മളവിടെ ഒരു പേജ് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, കീറ്റോ പേജ്. അതിൽ എല്ലാവരും അവരുടെ സജഷൻസ് കൊടുക്കുന്നതൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആരും ഇതുവരെ മോശം പറഞ്ഞില്ല. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു അതിൻ്റേതായ ഫോർമാലിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ്. അതിലാർക്കും ഇതുവരെ പ്രോബ്ലംസ് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആൾക്കാർ. ഞങ്ങൾക്ക് ആദ്യം 2 പേരായിരുന്നു. ഇപ്പോൾ 20-200 പേരോളം നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റുമായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വഴിക്ക് വരുമ്പോൾ കിഴക്കേത്തല എയർലൈൻസ് സെലസ്റ്റൽ റെസ്റ്റോറൻറ്റ് ഒന്ന് നിങ്ങൾക്ക് മലപ്പുറം കിഴക്കേത്തല എയർലൈൻസ് സെലസ്റ്റൽ റീജിയൽ അടുത്തായിട്ട് വരും. നമ്മളെ പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് എയർലൈൻസ് സെലസ്റ്റൽ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് കയറി ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് നോക്കൂ. കീറ്റോ എങ്ങനെ നിങ്ങൾക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാനത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരും. കീറ്റോ ഫുഡ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഡയറ്റ് 10 ദിവസമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പോട്ടെ. 10 ദിവസം കണ്ട് തുടർന്ന് പോട്ടെ. നിങ്ങൾ ശരി. ഞാൻ 11 മാസമായി. അത് വെളുത്ത കടല ഒരു 30 ഗ്രാം ഒക്കെ കഴിക്കാം. വല്ലപ്പോഴേ കഴിക്കാം. കടല ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കി. അതിലൊന്നും മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും. ചിലർക്ക് പറ്റില്ല.
പനീർ ഫ്രൈ ആയി. പനീർ ഫ്രൈയോ? നിങ്ങളെവിടെ സ്ഥലം? ഗുരുവായൂരാണ്. ഞങ്ങൾ തിരൂര്, മലപ്പുറം ജില്ല തിരൂര് തന്നെ. അതേപോലെ തന്നെ ഇവര് സൗദിയിൽ നിങ്ങൾക്കൊരു എന്താണ് സൗദിയിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് തുറക്കുന്നത്, അവിടെയും നമ്മൾ ഈ മെനു കൊണ്ടുവരുന്നുണ്ട്. ജിദ്ദയില് ഷർഫിയൽ ഇംബാല റെസ്റ്റോറൻറ്റ് മെനു ഗാർഡൻ നമ്മളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 25th നമ്മളത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഷർഫിയയില് ഒരുപാട് മലയാളികൾ കീറ്റോ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ജിദ്ദയിലാണ്. പക്ഷെ അവിടുന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ജിദ്ദയിൽ ഇത് കിട്ടാറില്ല, ഭക്ഷണം കിട്ടണില്ല. എല്ലായിടത്തും എല്ലായിടത്തും സൺഫ്ലവർ ഓയിലാണ്. പിന്നെ അങ്ങനെയുള്ള ഇതാണ്. ഒരിക്കലും വെളിച്ചെണ്ണ നമുക്ക് അവർ വിശ്വസിക്കാനും പറ്റില്ല. പ്യൂർലി നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണ പ്യൂർ കോക്കനട്ട്, അതും പാക്കറ്റ് കോക്കനട്ട് ഓയിൽസ് അല്ല, മിൽ ഓയിൽസ് ആണ്. അത് ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത് അതാണ്. നിങ്ങൾക്ക് ഇവിടെ കിച്ചണിൽ എല്ലാവരും കാണുന്നതാണ്. ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ മെഗാ കിച്ചൺ. അതേമാതിരി തന്നെ അവിടെയും ഒലിവ് ഓയിൽസും ആ പ്യൂർ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർ തരുന്ന അതേ രീതിയിലുള്ള ആ കണ്ടൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മളിത് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചോറില്ലല്ലോ ഇവിടെ. ചോറൊന്നും കിട്ടൂല. ചോറ് തിന്നാത്ത ആൾക്കാരാണ് ഇവിടെ. വെജിറ്റേറിയനായ ആൾക്കാർക്കുള്ള കൗണ്ടറും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരാൾക്ക് കഴിക്കാൻ ഒരാളുണ്ട്, കഴിച്ചിട്ട് നല്ല വയറ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഒന്നിനും ആവശ്യമില്ല, കുറച്ച് വെള്ളം കഴിച്ചാൽ മതി. കുറച്ച് വെള്ളം കൂടി കുടിച്ചാൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇൻഷാല്ലാ ജിദ്ദത്തെ ബ്രാഞ്ചിൽ 25th സാറല്ല ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഫെബ്രുവരി എൻഡായിട്ട് ഞങ്ങൾ വരണ്ട അവിടെ. ഞങ്ങൾ കാണണ്ട ഞങ്ങൾ ഇൻഷാല്ലാ കാണാം. ഏതായാലും ഈ മെസ്സേജ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഡയറ്റിലുള്ള ഭക്ഷണങ്ങൾ ഏത് ഹോട്ടലിൽ കിട്ടുമെന്ന് ചോദിച്ച് ധാരാളം പോസ്റ്റുകൾ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് മലപ്പുറം എയർലൈൻസ് സെലസ്റ്റിയലിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോകളിൽ വീണ്ടും കാണാം. അതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.